എന്ത് ഭംഗിയാണ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് കാലത്തെ ഗ്യാപ്പിന് ശേഷം ഞാനിപ്പോൾ ഇതാ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ട് തന്നെ വന്നിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഊട്ടിയിലോട്ട് തന്നെയാണ് പോകുന്നത്. അതാണ് കുറേ ഊട്ടി വ്ളോഗ് ഉണ്ട് ഈ ഒരു ചാനലിൽ. ഇന്ന് നമ്മുടെ കൂടെ അപ്പോൾ ഊട്ടിയിൽ വരുന്നത് ആഷിക്കും സജ്ജനയാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇവരുടെ നിക്കാഹൊക്കെ കഴിഞ്ഞിങ്ങനെ പുതുമോടിയിൽ നിൽക്കുന്ന ടൈമാണ്. നാലുപേരും കൂടി പോകുന്നത് ഊട്ടിയിൽ കൂനൂരുള്ള ലോഗൻ ക്യാമ്പ് റിസോർട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്നത്. ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഏകദേശം സീ ലെവലിൽ നിന്ന് 7500 അടി എന്തോ മുകളിലാണ് ഈ ഒരു റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും വ്യൂ ഉണ്ട്. നമ്മളിങ്ങനെ ഒരുപാട് കയറ്റം കയറിയാണ് മുകളിലോട്ട് പോകുന്നത്. അങ്ങനെ അതായത് നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഫുള്ള് രണ്ട് സൈഡിലും ഫുള്ള് തേയിലത്തോട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന ഒരു വഴി ഇങ്ങനെയുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഓൾറെഡി വണ്ടിയിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ 2 റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതേ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഫുൾ എന്താ പറയുക, ഒരു പച്ചപ്പ് ആൻഡ് ഭയങ്കരമായിട്ട് ഗാർഡനിങ്, ഭയങ്കരമായിട്ട് ഫ്ലവറിങ്, മെയിനായിട്ട് അതാണ് കേട്ടോ. അടിപൊളി കുറേ ഫ്ലവേഴ്സിൻ്റെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫ്ലവേഴ്സിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ റൂമും അടിപൊളിയായിരുന്നു. പല കാറ്റഗറീസ് ഓഫ് റൂംസൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ 2 റൂം അടുപ്പിച്ചുള്ള ആ ഒരു ഏരിയ ആണിത്. ഫ്രണ്ടിലൊക്കെ ഫുൾ ഫ്ലവേഴ്സാണ്. ആൻഡ് ഓൾസോ ഒരുപാട് പക്ഷികളും. ഒരു ഗ്രീനറിയാണ് കേട്ടോ. എവിടെ തിരിഞ്ഞാലും ഒന്നാമത് 4 ഭാഗം തേയിലത്തോട്ടാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ റിസോർട്ട് തന്നെ ഫുൾ ഫ്ലവേഴ്സും മരങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസും സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ. സൗണ്ട് അതാണ് മെയിനായിട്ട്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. 2 റൂമും ഒരേപോലത്തെ 2 റൂം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു സിറ്റ് ഔട്ട് പോലത്തെ ഒരു ഏരിയ ഉണ്ട്, ചെയർ ഇട്ടിട്ട്. പിന്നെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് നമ്മൾ ആ ബെഡാണ് വരുന്നത്. പിന്നെ അവിടെ ചെയറും കാര്യങ്ങളും മിററൊക്കെ വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വാർഡ്രോബും അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ചെറിയൊരു പാൻട്രി സ്പേസ് വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് ടോയ്ലറ്റും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ നല്ല നീറ്റായിരുന്നു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ 4 പേരും ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇങ്ങനെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരെ തിന്നായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി. ഓൾറെഡി ഫ്രണ്ട്സ് ഗ്യാങ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അതേ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം തണുപ്പുള്ള ഒരു ടൈമായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി നമ്മുടെ റൂമിൽ തന്നെയായിരുന്നു. നമ്മൾ
ടീം സ്നാക്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എത്തിയിട്ടുണ്ട്. തണുപ്പാവുമ്പോൾ പിന്നെ ഇങ്ങനെ നല്ല ടീയും അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച് നോക്കിയ സമയത്ത് നല്ല പക്കോട ആയിരുന്നു. അടിപൊളി നല്ല ചൂട് ക്രിസ്പി പക്കോട ആയിരുന്നു. അങ്ങനെ അത് എന്താ പറയുക, പ്ലേറ്റ് ഇങ്ങനെ കാണുന്നത് തന്നെ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് കാലിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 4 പേരും കൂടി ഇരുന്ന് കുറേ സമയം സംസാരിച്ച് ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറേ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗോസിപ്പാണല്ലോ മെയിനായിട്ട്. അതും കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ 4 പേരും കൂടി ഇരുന്നിട്ട് ലുഡോ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഊട്ടിയിലൊക്കെ വന്നിട്ട് ഗൈസ് നമ്മൾ ലുഡോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മാതിരി കളിക്കണം. അങ്ങനെ ലുഡോ ഒക്കെ കളിച്ച് ജയിച്ച് സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫുഡ് പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കറി, അതേപോലെ തന്നെ വെജിറ്റബിൾ കറി, പിന്നെ ചിക്കൻ ഫ്രൈയും അതേപോലെ ഫ്രൈഡ് റൈസുമാണ് ഉണ്ടായിരുന്നത്. ചപ്പാത്തിയും കറിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കറി നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ രണ്ടും ഭയങ്കര എരിവായിരുന്നു. കഴിക്കാൻ പറ്റാത്ത എരിവായിരുന്നു. അതുകൊണ്ട് ഫ്രൈഡ് റൈസ് മാത്രമാണ് ഞാനും സജിനയൊക്കെ കഴിച്ചത്. അവർ പിന്നെയും കറിയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാനേ പറ്റി. ഫുഡ് ഏതായാലും അങ്ങനെ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി നമുക്ക് ചായ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് പാൻട്രിയിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആഷിക്ക് ഉണ്ടാക്കിയ ചായ സജിന ടേസ്റ്റ് ചെയ്യും. സജിന പറഞ്ഞത് ഒരു രക്ഷയില്ല, സൂപ്പറാണെന്നാണ്. അങ്ങനെ പിന്നെ അടുത്തത് എനിക്കുള്ളതായിരുന്നു. അപ്പം എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മിൽക്ക് ചായയൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ എല്ലാം പൊട്ടിച്ച് കാലിയാക്കിയിട്ടൊക്കെയാണ് അവർ നമുക്ക് ചായ ഉണ്ടാക്കി തന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗാങ്ങിലെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചുമ്മാ കുറേ നേരം സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും പോയി കിടന്നു. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് ഉള്ള വ്യൂ ആണ്. ഭയങ്കര നേരത്തെ ഒന്നും അല്ല കേട്ടോ, ഏകദേശം ഒരു 7 മണി എന്തോ ആയിട്ടുണ്ട്. ആ സമയത്ത് അറിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതായിരുന്നു. അത്യാവശ്യം മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തൊരു വീഡിയോ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, കാരണം ഫുള്ള് ഫ്ലവറിങ്ങും നല്ല ഭംഗിയുള്ള ആകാശവും പിന്നെ ഇങ്ങനെ ഫുള്ളായിട്ട് കോട ഇറങ്ങിയിട്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ അത്യാവശ്യം മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അത്ര ഇതൊന്നുമില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൂമിലത്തെ ടീ പൗഡറും കാര്യങ്ങളൊക്കെ ഓൾറെഡി രാത്രി തന്നെ കാലിയാക്കിയതുകൊണ്ട് നമ്മൾ സജിനൻ്റെ റൂമിൽ നിന്നാണ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ആയപ്പോഴേക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി പോവാണ്. താഴെയാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇന്നലെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഈ ഒരു ഏരിയയിലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ റൂംസും പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. ഇഡലി, പുട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ ഫുള്ള് സെക്യുലൻസും കാക്ടസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അതിങ്ങനെ അറേഞ്ച് ചെയ്ത്. പ്രത്യേകിച്ച് ഊട്ടിയിലെ തണുപ്പിലാണല്ലോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാവാറ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ അടുത്തുള്ള ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് ലവ് ബേർഡ്സ് അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് ബോൾ അതേപോലെ ഇങ്ങനെ നമുക്ക് ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്പേസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് താഴേക്കുള്ള ഒരു വ്യൂ അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ദൂരത്തിൽ നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് തേയിലത്തോട്ടാണ്. പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞു 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 വീടുകൾ ഇങ്ങനെ അടുപ്പിച്ച് കുറേ വീടുകളായിട്ടുള്ള അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെയാണ് അവിടെ നിന്ന് കാണുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ റൂമിൻ്റെ പുറകിലായിട്ട് ഇതേപോലെ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്കൊരു വ്യൂ പോയിൻ്റ് ടവർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറിയാൽ ഇങ്ങനെ അതും ഫുള്ളായിട്ട്, അതായത് റൂമിൻ്റെ ഒരു 4 സൈഡും തേയിലത്തോട്ടം തന്നെയാണ്.
അപ്പോൾ അവിടെ കയറിയാലും നമുക്കിങ്ങനെ ഫുൾ നല്ലൊരു വ്യൂ ആണ്. ആൻഡ് ഓൾസോ അവിടെ ഇങ്ങനെ വേറെയും കുറേ റൂമിൻ്റെയും ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. റിസോർട്ടിൻ്റെ തന്നെ വേറെ കുറേ സ്പേസിൻ്റെ ഒക്കെ. എസ്പെഷ്യലി ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് വേണം പറയാൻ. നമുക്കിങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു സ്റ്റേക്കേഷൻ വെക്കേഷനൊക്കെ വരാൻ പറ്റിയ, റിലാക്സ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ഒരു റിസോർട്ടാണ് കേട്ടോ. അതായത് ഒന്നാമത് ഭയങ്കര പീസ് ആയിട്ടുള്ള ഫുള്ളി ഗ്രീനറി ആയിട്ടുള്ളൊരു സ്പേസാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെക്ക് ഔട്ടിനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, കാണിക്കാം. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ പാടെ തന്നെ ഇങ്ങനെ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു കസിൻ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അടിപൊളി ഫുഡും കാര്യമൊക്കെയാണ്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്കങ്ങനെ അപ്പം തന്നെ ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ റെസ്റ്റോറൻ്റ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ എങ്കിൽ ഒന്ന് കയറി നോക്കാം, നല്ല ആംബിയൻസും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈൻഡ്സ്കേപ്സ് ഊട്ടി എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. ഒരു അടിപൊളി ഏരിയ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല വ്യൂ ആയിരുന്നു, അതാണ് എസ്പെഷ്യലി പറയേണ്ടത്. റെസ്റ്റോറൻറ്റിൽ നിന്നുള്ളൊരു വ്യൂ കിഡിലനായിരുന്നു. നമുക്ക് ആർക്കും വലിയ വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഫ്രൈഡ് റൈസാണ് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് പിന്നെ ഇങ്ങനെയുള്ളൊരു പിക്നിക് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ പോയിൻ്റ് അങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ചുമ്മാ നിർത്തി കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ രണ്ടുപേരെയും ഇറക്കി വിട്ടിട്ട് അവർ ചുമ്മാ വണ്ടിയിൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മാങ്ങയും പേരയ്ക്കയും പൈനാപ്പിളൊക്കെ ഇങ്ങനെ മുളകും ഇതൊക്കെ ഇട്ടിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു പ്ലേറ്റ് കഴിച്ച് പിന്നെയും നമ്മൾ പോയി തിരിച്ചു വന്ന് ഈ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കേട്ടോ. അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എസ്പെഷ്യലി പൈനാപ്പിൾ, നല്ല മധുരമുള്ള പൈനാപ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെയും തിരിച്ചു വന്നിട്ട് വീണ്ടും കഴിച്ചു. പിന്നെ നമ്മൾ പോയി നൈറ്റ് ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ പോവുക ചെയ്തത്. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.